Assalamualaikum warahmatullahi taala wabarakatuh. Inde muallim day aitikare. Ana inde nananda college Darnoor Education Center Kashipatnathlanu ulle. Ana inde nangalku padipati ustad marta angana oru experience nangu onnu kekka. Ustane teachers life paalittu oru 4 മാസം ustad oru experience ഏകദേശം 3 മാസത്തോളായില്ലേ ഇവിടെ വന്നിട്ട്. സ്റ്റുഡൻസ് ലൈഫിനേക്കാളായിട്ട് നല്ലത് അധ്യാപകർ നമ്മൾ തിരിച്ചറിയും. സ്റ്റുഡൻസിനോട് പെരുമാറുമ്പോൾ അധ്യാപകനായാലും മാറ്റം ഉണ്ടാവുന്നുള്ളത് പിന്നെ ഏറ്റവും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. കുറേ സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം പല ബ്രാഞ്ചുകളിൽ പോയിട്ട് ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കോളേജിൽ വെച്ചിട്ടും വേറെ കോളേജിൽ കമ്പയർ ആയിരിക്കും ഉസ്താദിൻ്റെ ലൈഫിൽ ഉസ്താദ് പഠിച്ച കാലത്ത് അത് കമ്പയർ ആക്കി നോക്കുമ്പോൾ ഏത് ബെസ്റ്റ് എന്നുള്ളതല്ല നമ്മുടെ സ്റ്റുഡൻസിനെ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. നമുക്കിപ്പോൾ എന്താ പറയുന്നത് ഇതിൻ്റെ മറ്റു ബ്രാഞ്ചുകൾ പഠിപ്പിക്കുന്ന സമയത്ത് ആളുകളുള്ള അറ്റ്മോസ്ഫിയറിൽ പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളെ അതേതായ രീതിയിൽ പഠിപ്പിക്കേണ്ടി വരും. ഹനഫി ബേസ്ഡ് ആയ കുട്ടികൾക്ക് ആ കാര്യങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏതെങ്ങനെ നമ്മുടെ മലയാള മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു മലബാർ മേഖലയിലേക്ക് വരുമ്പോൾ ആർത്ത കുട്ടികളെ അവരേതായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഓരോ രീതിയിലും ഓരോ പെർസ്പെക്റ്റീവിലാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ടീച്ചിങ് മേഖല എന്നുള്ളത് എന്താണ്, നമുക്ക് ഒരു തുറന്ന പുസ്തകം പോലെയാണ്. അത് നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും, കുറേ പഠിപ്പിക്കാനുണ്ടാവും, കുറേ നേടാനുണ്ടാവും. ജീവിതം അങ്ങനെയാണല്ലോ, ഒരു പരന്ന പുസ്തകം പോലെയാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും നേടാനും പഠിപ്പിക്കാനുള്ളതാണ്. അതാണ് ടീച്ചിങ് മേഖലയിൽ ഏറ്റവും സംസാരിക്കാൻ പറയുന്ന പോലെ അത്രത്തോളം നമ്മളുണ്ടാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി നമ്മളൊരു മാന്യമായി ജീവിക്കുമ്പോൾ നമുക്ക് എന്താ നിർബന്ധമില്ല. നമ്മുടെ കമ്പൽസറായിട്ട് വരുന്ന സംഭവമാണ്. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ഇത് തന്നെയാണ് കാര്യമായിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ റെഡി ആവുന്നതാണ് കാര്യങ്ങൾ. ഉസ്താദ്മാരെ ബഹുമാനിച്ച് ജീവിക്കുക. നമ്മൾ അഹമ്മദ് ഷൗക്കിൻ്റെ കവിത എല്ലാവരും പാടി നടക്കുന്ന ഇതിലെന്തോ അത് ചെയ്യുക അല്ലേ, ബഹുമാനത്തോടെ വരുന്ന. അങ്ങനെ പറഞ്ഞാൽ ഒരു മുഅല്ലിമിന് റസൂലിൻ്റെ പദവിക്ക് എത്താൻ കഴിയുന്നതാണ് അവസാനത്തിൽ പറയുന്നത്. പിന്നെ സ്റ്റുഡൻറ്റ് ഉണ്ടാകുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ടീച്ചറായിട്ട് പറയുമ്പോൾ ഞാൻ പഠിച്ചതിന് ശേഷം ഫസ്റ്റ് വരുന്നത് നോക്കും. അപ്പോൾ ദാറുലുദാൻ്റെ ഒരു ബ്രാഞ്ചിലേക്കാണ് ഫസ്റ്റ് വരുമ്പോൾ കുറേ എന്തുണ്ടായി, കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ടായി. അതായത് നമ്മൾ പഠിച്ച നമ്മൾ പഠിച്ചൊരു സ്ട്രീമിലേക്കാണല്ലോ വരുന്നത്. പിന്നെ ഇവിടെ എത്തിയതിനു ശേഷം ടീച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പണിയുള്ള കാര്യമൊന്നും സിമ്പിളായിട്ടുള്ളതാണ് ടീച്ചിങ്. പഠിക്കുന്ന നമ്മൾ വിചാരിച്ച് കുറേ പഠിക്കണം, പിന്നെ കുറേ പണി ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ സ്ട്രെസ് എടുക്കണം ഞാൻ വിചാരിച്ചത്. പക്ഷേ ടീച്ചിങ് കരിയർ ഞാനിപ്പോൾ ഒരു ഏകദേശം 3 വർഷമായില്ലേ, അത് വെച്ച് നോക്കുമ്പോൾ ടീച്ചിങ് കരിയർ വളരെ ഫ്രീ ആൻഡ് ലാവിഷ് എന്ന് വേണമെന്ന് പറയാം. പിന്നെ നമുക്ക് കുറേ ഉപകാരമുള്ള അല്ലെങ്കിൽ നമ്മളെ കഴിവിനെ എന്താക്കാൻ കഴിയുന്നുണ്ട്, മുൻകൂടി എൻകറേജ് ചെയ്യാൻ നമുക്ക് ടീച്ചിങ്ങിലൂടെ കഴിയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ മദ്രസ പഠനം അല്ലെങ്കിൽ മദ്രസയിൽ പോയി പഠിപ്പിക്കുന്നതിനേക്കാളും ഈ ബ്രാഞ്ചിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ബ്രാഞ്ച് തന്നൊരു ആ ഒരു കഴിവ് അല്ലെങ്കിൽ ഈ ബ്രാഞ്ചിൽ ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് തീർത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങളായിട്ട് ഞാൻ കാലത്ത് കുറേ ഇതിനെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലായി എന്താണ്. ഇവിടുത്തെ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ റെസ്പെക്റ്റുള്ള മര്യാദയും ബഹുമാനത്തിലുള്ള കുട്ടികളാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ അനുഭവിച്ച് വരുന്നുള്ളവരും നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴാണ് നല്ലൊരു അധ്യാപകനായി മാറാൻ കഴിയുന്നത്. ഇതായിട്ട് ദാർനൂർ എഡ്യൂക്കേഷൻ സെന്റർ കാശിപട്ടണത്തെ ഉസ്താദ്മാരെ ഓരോരോ അഭിപ്രായം. എല്ലാ ഉസ്താദ്മാർക്കും ഇങ്ങനത്തെ പല പല എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്.
ഇനിയും ഞങ്ങൾ ഉസ്താമാർക്ക് അള്ളാഹു ദീർഘകാല പഠിപ്പാട്ടമുള്ള ഭാഗ്യവും തൗഫീക്കും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.